വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരു ദിവസവും കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. ഇന്നത്തെ ദിവസവും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാനും തിരുവചനം കേൾക്കാനുമുള്ള വലിയ ഭാഗ്യം കർത്താവ് ഒരുക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു അല്ലേ, യഹൂദന്മാർക്കത് ഇടർച്ചയാണെന്നും യവനന്മാർക്ക് അത് പോഷത്വമാണെന്നും നമ്മൾ കണ്ടു. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലും നിത്യതയോടുള്ള ബന്ധത്തിലും ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം എത്ര വിലപ്പെട്ടതാണെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. ഇതെത്ര വലിയ കാര്യമാണ്. അപ്പം നമ്മൾ ഈ സന്ദേശം അത് പൗലോസിൻ്റെ പ്രസംഗ വിഷയവും പ്രശംസാ വിഷയവും ഇതായിരുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആയിരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയാണ്. കാരണം ഈ ക്രൂശിൻ്റെ സന്ദേശം, കർത്താവിൻ്റെ ക്രൂശിലെ മരണം ലോകം മുഴുവനും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് കർത്താവ് ആഗ്രഹിച്ചു. അത് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് ഭരമേൽപ്പിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ചിന്തിക്കുക, ഈ ക്രൂശിലെ മരണം അത് സകല മാനവരാശിക്കും ഉള്ള രക്ഷയ്ക്ക് ആധാരമാണ് എന്നുള്ള ഈ സത്യം ലോകത്തിലെ സകല ജനങ്ങളും അറിയണം. അതുകൊണ്ട് അത് ജനത്തോട് പറയണം എന്ന് താൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ആ കൽപ്പന കൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാർ ഈ ക്രൂശിൻ്റെ വചനം പ്രഘോഷിക്കുന്നത്. ഇന്ന് ക്രൂശിൻ്റെ വചനം പ്രഘോഷിക്കാതെ മറ്റൊരു വിശേഷം അറിയിക്കപ്പെടുന്നുണ്ട്. അതിലേക്ക് അനേകർ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് യഥാർത്ഥമായ ലാഭമുണ്ടാക്കുന്ന, നേട്ടമുണ്ടാക്കുന്ന, നിത്യതയിലേക്കുള്ള ആ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതി അത് ഈ ക്രൂശിൻ്റെ സന്ദേശമാണ്. ഈ സന്ദേശമാണ് നമ്മൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ പറഞ്ഞ ഒരു വാക്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 46-47 വാക്യങ്ങളാണ്. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. കണ്ടോ, നോക്കുക. അപ്പോൾ ഇവിടെ ഒരു വലിയ കാര്യമാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഇവിടെ അവരെന്തെല്ലാം ചെയ്യണം? ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു? മാത്രമല്ല, അവൻ കഷ്ടം അനുഭവിച്ച് 3-ാം നാൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ കഷ്ടം അനുഭവിച്ചാണ് അവൻ മരിച്ചത്. മരിച്ച ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇത് അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? അവൻ്റെ നാമത്തിലാണ് മാനസാന്തരവും പാപമോചനവും. ഇത് യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കപ്പെടണം. നോക്കുക, എത്ര വിലപ്പെട്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. ഈ വലിയൊരു യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരും അറിയണം. ഇതെല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ഈ സത്യം, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം, പിന്നെ എന്തുകൊണ്ടാണ് ഈ സത്യം വിളിച്ചു പറയേണ്ടത്? കാരണം അവനിൽ മാത്രമാണ് രക്ഷ. അപ്പോസ്തലപ്രവർത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പത്രോസ് നിന്നോട് വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ ജനങ്ങളുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല. അത് കർത്താവായ യേശുക്രിസ്തു എന്ന ഏക നാമമാണ്. ആ നാമത്തിലാണ് നമുക്ക് പാപമോചനം. അത് അപ്പോസ്തലപ്രവൃത്തി 10:43 പത്രോസ് എടുത്ത് പറയുന്നുണ്ട്. അവൻ്റെ നാമത്തിൽ പാപമോചനം. അത് യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ യോഹന്നാനും പറയുന്നുണ്ട്, അവൻ്റെ നാമത്തിൽ പാപമോചനം. അപ്പോൾ ഈ നാമം, ആ നാമത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കറിയാം. യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെ നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ, മോചിക്കുന്നവൻ, വിടുവിക്കുന്നവൻ എന്നാണല്ലോ. മത്തായി
1:21 ദൂതൻ മുഖാന്തരം ഉണ്ടായ അരുളപ്പാട്, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കൊണ്ടാണ് ആ പേര് കൊടുക്കാനിടയായിത്തീർന്നത്. അപ്പോൾ ചിന്തിക്കുക, ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു പാപികളായ നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. അവിടുന്ന് നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. അവിടുന്ന് നമ്മളെ വീണ്ടെടുക്കുക. നമ്മുടെ വീണ്ടെടുപ്പ് എന്നുള്ളത് അസാധ്യമായ കാര്യമായിരുന്നു. അത് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. സങ്കീർത്തനം 49 അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരൻ ചൗക്കഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. നോക്കണം, ഒരു നാളും സാധിക്കാത്ത അസാധ്യമായ വീണ്ടെടുപ്പ് എന്ന കാര്യം സാധിപ്പിക്കുവാൻ ദൈവത്തിന് തന്നെ സ്വയം ഈ ലോകത്തിൽ മനുഷ്യനായി വരേണ്ടി വന്നു. നോക്കുക പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിൻ്റെ എത്ര വലിയ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ലോകത്തിൽ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ജനിച്ചപ്പോൾ ഒരുവൻ മാത്രം മരിക്കാൻ വേണ്ടി ജനിച്ചു. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് മർക്കോസ് 10:45, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ വന്നു, ആദാമ്യ സന്തതികളെ വീണ്ടെടുക്കുവാൻ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ മഹാത്മ്യം നമ്മൾ അറിയുന്നത് എത്ര നല്ലതാണ് പ്രിയമുള്ളവരെ. നമ്മൾ അറിയുന്നുണ്ടോ? പത്രോസ് ലീഗ അതിനെക്കുറിച്ച് പറയുമ്പോൾ 1 പത്രോസ് അതിൻ്റെ 1 അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതല് ഈ സത്യം അറിയുമ്പോൾ ദൈവത്തോടുള്ള ആ സ്നേഹം, കടപ്പാട് എത്ര വലുത്. പാപത്തിൻ്റെ അടിമകളായി, പാപച്ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരായി, സന്തോഷവും സമാധാനവും പ്രത്യാശയില്ലാതെ ജീവിച്ച നമ്മെ ആ എല്ലാ ബന്ധത്തിൽ നിന്നും വിടുവിച്ച് സ്വതന്ത്രരാക്കി തൻ്റെ മക്കളാക്കി നമ്മളെ തീർത്തു എന്നുള്ളത് എത്ര വലിയ കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം, അവിടുന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി, അവിടുന്ന് നമ്മളെ വീണ്ടെടുത്തു. നാം നഷ്ടപ്പെട്ടവരായി തീർന്നതാണ്. ആ അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി പിറന്നു. നമ്മെപ്പോലെ ഒരു മനുഷ്യനായി പിറന്നുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ ആ കടമെല്ലാം താൻ ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം, അത് തിരിച്ചറിയുന്നത് എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ, എത്ര വലിയ കാര്യമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ മറുവില കൊടുക്കുവാൻ വേണ്ടി വന്നു. കർത്താവ് നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. അതാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ അതിൻ്റെ 6 അധ്യായം 19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതുകൊണ്ട് അതിൻ്റെ 19 വാക്യം, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? വലിയ ചോദ്യമാണ്. കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും കർത്താവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ 7 അധ്യായം 23 വാക്യം വായിക്കുമ്പോൾ 7:23 വാക്യം, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങൾ ഇനി മനുഷ്യർക്ക് ദാസന്മാരാകരുത്.
രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തെ അറിയണം പ്രിയമുള്ളവരെ. ഞാൻ ആരുടെ വകയാണ്? ഞാൻ ആരാണ്? എൻ്റെ കർത്തവ്യം എന്താണ്? അതിനുവേണ്ടി ദൈവം കൊടുത്ത വില എത്ര വലുതാണ്? നമ്മുടെ വീണ്ടെടുപ്പ് അസാധ്യമായിരുന്നു. അപ്പോൾ അസാധ്യമായിരുന്ന ആ കാര്യത്തെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ അത് സാധ്യമാക്കി തീർത്തു. ഇതൊരു വിലപ്പെട്ട ഒരു കാര്യമല്ലേ ദൈവമക്കളെ? നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ യാഥാർത്ഥ്യം എല്ലാവരും അറിയണം. കാരണം ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരികയും എല്ലാവരുടെയും പാപത്തിൻ്റെ ശിക്ഷ താൻ വഹിക്കുകയും ചെയ്തു. ഇനിയൊരു പാപിക്ക് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി നിവർത്തിച്ച ഈ രക്ഷാപദ്ധതി, ഈ രക്ഷണ്യ പദ്ധതി, അതിനെ വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി, അംഗീകരിച്ചാൽ മാത്രം മതി. എത്ര വിലപ്പെട്ട കാര്യമാണ്! എന്നാൽ ഈ സത്യം അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കരുതെന്നാണ് ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചിൻ്റെ തന്ത്രം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം എല്ലാ ദൈവമക്കളും ഓർപ്പിക്കട്ടെ. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് തുടർമാനമായി പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ മരിക്കുവാൻ വേണ്ടി വന്നു. നമുക്കറിയാം, മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും പലർക്കും ഇഷ്ടമല്ല. വേറെ വല്ല കാര്യമുണ്ട് പറ എന്ന് പറഞ്ഞ് ഒഴി കഴിയാറില്ല. എന്നാൽ കർത്താവ് ഈ മരണത്തെക്കുറിച്ച് താൻ പറയാൻ ആരംഭിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം, മത്തായി 16-ാം അധ്യായം, സ്തോത്രം, 16-ാം അധ്യായത്തിൽ, അന്നു മുതൽ യേശു യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങി. എന്ന് മുതൽ അതിൻ്റെ മുൻപുള്ള ഭാഗം നാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേ 16-ാം അധ്യായം 13 മുതലുള്ള വാക്യം. എന്നാൽ ഫിലിപ്പിൻ്റെ കൈസരിയ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവ് എന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നോക്കണം, ദൈവം വെളിപ്പെടുത്താതെ ആർക്കും പുത്രനെ അറിയാൻ കഴിയില്ല. പുത്രൻ വെളിപ്പെടുത്താതെ ആർക്കും പിതാവിനെയും അറിയാൻ കഴിയില്ല. ഇത് ഒരു വലിയ സത്യമാണ്. അപ്പോൾ ഇവിടെ ഈ സത്യം പത്രോസിന് ആരാ വെളിപ്പെടുത്തിയത്? പിതാവ് വെളിപ്പെടുത്തി. അതുകൊണ്ട് അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. എന്നിട്ടാണ് അന്നു മുതൽ, നോക്കുക, അപ്പോൾ അന്നു മുതലാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്തെക്കുറിച്ച് പറയുവാനായിട്ട് തുടങ്ങിയത്. അന്നു മുതൽ. ഇതൊരു വലിയ ഒരു പ്രയോഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ തുടർച്ചയായിട്ട് തൻ്റെ മരണത്തെ തൻ്റെ ശിഷ്യന്മാരെ ഓർപ്പിച്ചുണർത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഒരു വലിയ സംഭവം. നമ്മൾ ഈ 16-ാം അധ്യായത്തിൻ്റെ 21 മുതൽ അവിടെ വായിക്കുന്നത് എന്തുവാ? അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങി. നോക്കുക, ഈ സംസാരം വീണ്ടും ആവർത്തിക്കാണ്ട് കാണാൻ കഴിയും. നമ്മൾ അതിൻ്റെ 17-ാം അധ്യായം 22-ഉം 23-ഉം വാക്യം വായിക്കുമ്പോൾ, 17-ാം അധ്യായം അതിൻ്റെ 22-23, അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഏറ്റവും ദുഃഖിച്ചു. ഇതാ വീണ്ടും കർത്താവ് ആവർത്തിക്കുക.
ശിഷ്യന്മാരോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിശ്ചയമായിട്ടും അവർക്ക് ദുഃഖം തോന്നുന്നുണ്ട് എന്നതിന് സംശയമില്ല. അവർക്ക് ദുഃഖമുണ്ട്. എന്നാ ഈ കാര്യം വീണ്ടും കർത്താവ് 20-ാം അധ്യായത്തിൽ വരുമ്പോൾ 20-ന്റെ 18-ഉം 19-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണശിക്ഷയ്ക്ക് കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളോടൊരു കാര്യം ശ്രദ്ധിച്ചോ? അപ്പോൾ ഇവിടെ കൃത്യമായിട്ടല്ലേ കർത്താവ് ഓരോ കാര്യങ്ങൾ പറയുന്നത് നോക്കി. നമ്മൾ അപ്പോൾ താൻ എവിടെ മരിക്കും? ഈ ലോകത്തിൽ ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ? താൻ എങ്ങനെ മരിക്കും? ഈ ലോകത്തിൽ ആർക്കെങ്കിലും ഞാൻ എങ്ങനെ മരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ആരാൽ മരിക്കും, എങ്ങനെ മരിക്കും, ഏത് നിലയിൽ മരിക്കും? നോക്കുക, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കുക. കർത്താവ് പറഞ്ഞു, അപ്പോൾ ഇവിടെ നമ്മൾ യെരൂശലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് യെരൂശലേമിൽ ചെന്ന് കഴിയുമ്പോൾ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ജനങ്ങളും എല്ലാവരും ചേർന്നാണ് ഇവിടെ കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് ഒരുങ്ങുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ചിന്തിക്കുക, എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ വായിക്കുന്നത് കേട്ടോ. നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിക്കും, തല്ലും, കൊല്ലും, എങ്ങനെ ക്രൂശിക്കും. നോക്കുക, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാം എത്ര കൃത്യതയോടുകൂടിയാണ് കർത്താവ് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ആദിയിലെ അവസാനം അറിയാവുന്ന സാക്ഷാൽ ദൈവമാണ് താൻ എന്നുള്ളത് തൻ്റെ ഈ ഓരോ പ്രസ്താവനയിലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. നമ്മളെ സ്നേഹിച്ച നമ്മുടെ കർത്താവ് ഏത് നിലയിലാണ് നമ്മുടെ കടം കൊടുത്തു തീർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എവിടെ മരിക്കും? അത് സ്ഥലം കൃത്യമായി പറഞ്ഞു. അത് യെരൂശലേമിലാണ്. താൻ കൊല്ലപ്പെടാൻ പോവുകയാണ്. ആരാണ് കൊല്ലുന്നത്? മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാവരും ചേർന്നാണ്. ഏത് നിലയിലാണ്? അത് പെട്ടെന്ന് ചാകുകയാണോ? അല്ല. പിന്നെയോ കഷ്ടം സഹിച്ച് ക്രൂശിലാണ് മരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതെല്ലാം പറഞ്ഞങ്ങ് നിർത്തുകയല്ല ചെയ്തത് കർത്താവ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഈ വായിച്ചെടുത്ത് എല്ലായിടത്തും നമ്മൾ വായിക്കുന്ന കാര്യം, നമ്മൾ അതിൻ്റെ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ വായിച്ചത് എന്തുവാണ്? അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും എന്നിട്ട് പറയുകയാണ്, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പോൾ താൻ മരിച്ച് അടക്കപ്പെടും, അവിടെ കൊണ്ട് തീരുകയില്ല. എത്ര ആനന്ദപ്രദമായ സന്തോഷപ്രദമായ പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് പറയുകയാണ്, ഞാൻ അങ്ങനെയൊക്കെ ക്രൂശിൽ മരിക്കും എന്ന് പറഞ്ഞ് നിർത്തിയോ? ഇല്ല. താൻ പറയുകയാണ്, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എവിടെയെല്ലാം ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം തൻ്റെ ഉയർപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതും എത്രാം നാൾ? 3-ാം നാൾ. 2-ാം നാളോ 4-ാം നാളോ 5-ാം നാളോ അല്ല, 3-ാം നാൾ. നമ്മളത് ഈ പറയുന്ന എല്ലാ സ്ഥാനങ്ങളിലും അതിൻ്റെ 17-ന്റെ 22, 21 വായിച്ചപ്പോൾ അവിടെയും നമ്മൾ കണ്ടത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ 20-ന്റെ 18-ലും 19-ലും വായിച്ചപ്പോഴും നമ്മൾ കണ്ടത്. മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ
മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഉണ്ടോ? എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. പ്രിയമുള്ളവരെ, എത്ര വലിയ കാര്യമാണ്! തന്നെ പിടിക്കുന്ന സമയത്ത് തന്നെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാരുടെ നില എന്തായിരിക്കും, അതിനുശേഷം തൻ്റെ അവസ്ഥ എന്താണ് എന്ന് കർത്താവ് മത്തായി 26-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങളിൽ കർത്താവ് പറയുകയുണ്ടായി. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിലിടറും, ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോകും. എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ! അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ മരണത്തെ വളരെ സവിസ്തരം താൻ ഈ കാര്യങ്ങളെ പറഞ്ഞ് അവരെ കേൾപ്പിക്കുക. നിങ്ങളെല്ലാവരും ഈ രാത്രിയിൽ ചിതറപ്പെടാൻ പോവുകയാണ്. നമുക്കറിയാം, കർത്താവിനെ കൂടെ മരിക്കാൻ പോലും ഒരുങ്ങിയിരുന്ന പത്രോസും എല്ലാ ശിഷ്യന്മാരും എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എല്ലാവരും ചിതറിപ്പോയി. നോക്കുക, കർത്താവ് പറഞ്ഞതുപോലെ ഈ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഇവർക്കെല്ലാം ഏൽപ്പിക്കപ്പെട്ട് താൻ പരിഹസിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് തുപ്പലേൽക്കപ്പെട്ടവനായി മുഖം മൂടി അവർ അവനെ മുഷ്ടിയുട്ടി ഇടിച്ചു. ഗബാദായിൽ കൊണ്ടുപോയി എത്ര അടി അടിച്ചെന്ന് അറിഞ്ഞുകൂടാ. എണ്ണം കൃത്യമായി പറഞ്ഞിട്ടില്ല. അന്നത്തെ നിയമാനുസരണം ഒന്ന് കുറേ 40 അടി അടിക്കേണ്ട സ്ഥാനത്ത് കർത്താവിനോട് അങ്ങനെയല്ല ചെയ്തതെന്നാണ് ചരിത്രം പറയുന്നത്. നോക്കുക, അവിടുത്തെ പുറമെല്ലാം ഒഴിവുചാലുകൾ പോലെ കീറപ്പെട്ടു. അവിടുന്ന് ഇത്രയും വിരൂപനായി തീർന്നു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ എത്ര ഭയാനകമായിരുന്നു പ്രിയമുള്ളവരെ! അവിടുന്ന് മുൾക്കിരീടധാരിയായി ക്രൂശും പേറി അവിടുന്ന് പോകുന്ന യാത്ര നമ്മളൊന്ന് ചിന്തിക്കണം. അവിടുന്ന് ക്രൂശിൽ കിടക്കുമ്പോഴും തന്നോട് കൂടെ ഉണ്ടായിരുന്ന ഒരു ഭാവിയെ രക്ഷിക്കുന്ന അനുഭവം നമുക്കറിയാം. താൻ ഏത് സമയത്തും മറ്റുള്ളവരെ രക്ഷിക്കാൻ പ്രാപ്തനായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നാം മഹിമയിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവിടെ നമ്മളെ ചേർക്കാൻ വേഗം വരും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട നമ്മുടെ ഏറ്റവും വലിയൊരു കർത്തവ്യം ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ കർത്തവ്യം നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് നമ്മൾ ഈ ജഡത്തിൽ വസിക്കുമ്പോൾ നമ്മൾ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണെന്ന് 1 കൊരിന്ത്യർ 6:20-19 വാക്യം നമ്മൾ വായിച്ചു. 20 എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ നമ്മളെ കുറിച്ചുള്ള പദ്ധതി അത് ഈ കർത്താവിനെ സുവിശേഷിക്കുക, ഈ കർത്താവിനെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. നമുക്കത് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ക്രൂശിൻ്റെ മഹത്വം ഇനിയും നമുക്ക് ചിന്തിക്കാനുണ്ട്. അത് കർത്താവ് സഹായിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചയിലുള്ള ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് ഈ വചനങ്ങളെ ധ്യാനിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് ഈ ക്രൂശിൻ്റെ വചനം പ്രഘോഷിക്കാം. മറ്റനേകരെ ഈ സത്യത്തിലേക്ക് നമുക്ക് നടത്താം. വേഗം വരുന്ന കർത്താവിന് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം. കർത്താവിൻ്റെ പ്രവൃത്തികളിൽ നമുക്ക് വ്യാപൃതരായിരിക്കാം. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം എന്നും എന്നേക്കും മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.